ഇപ്പോൾ സമയം 12:30 മണിയാണ് കേട്ടോ. നല്ല നട്ടപ്പൊരി വെയിലത്താണ് കേട്ടോ. ഒന്ന് പുറത്ത് പോയി വരികയാണ്. കാര്യമായിട്ട് പോകുന്നത് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ എൻ്റെ എന്നും യൂസ് ചെയ്യുന്ന നമ്മുടെ കുക്കറിൻ്റെ വാഷർ പൊട്ടിപ്പോയിട്ടോ. ഇതൊരു ചെറിയ കുക്കറാണ്, ഒരു 1.5 ലിറ്ററിൻ്റെ കുക്കർ. ഡെയിലി യൂസിന് എനിക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ളൊരു കുക്കറായിരുന്നു. അപ്പോൾ അതിൻ്റെ വാഷർ എൻ്റെ മോൻ വലിച്ച് പൊട്ടിച്ചു. അപ്പോൾ അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതും ഒന്ന് വാഷറും വാങ്ങിക്കണം. പിന്നെ കുറച്ചധികം പച്ചക്കറികളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും മാർക്കറ്റിലേക്കൊന്ന് പോവുകയാണ്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ സമയത്തൊന്നും നടന്നു പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. അത്രക്ക് വെയിലാണ് കേട്ടോ. അതെ, കത്തി നിൽക്കുന്ന സൂര്യൻ എന്നൊക്കെ പറയില്ലേ, അത്രയും നല്ല വെയിലാണ് കേട്ടോ. അപ്പം 2 വീലർ എടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖമൊക്കെ മൂടി കെട്ടിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ് സാധാരണ ഞാൻ പോകുന്നത്. ഞാനും മോനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ചകടത്തിൽ ഞാനങ്ങനെ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. പച്ചക്കറികൾ, തേങ്ങ, അങ്ങനെ കുറച്ചധികം ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. പോയാലും മിക്ക സമയത്തും പോയി കഴിഞ്ഞാൽ പകുതി സാധനങ്ങൾ മറന്നു പോയിട്ട് അങ്ങനെ തിരിച്ചു വരാറാണ് പതിവ്. ഇപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്നാലും മാക്സിമം ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പച്ചക്കറികളൊക്കെ തൊട്ടടുത്ത് തന്നെ കിട്ടും കേട്ടോ. ഞങ്ങൾ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ കിട്ടും. പക്ഷേ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ മാർക്കറ്റിലേക്കാണ് കേട്ടോ വരിക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് ആ ഒരു റൂട്ടാണ് കേട്ടോ. കല്യാണിൽ വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ മാർക്കറ്റിലെത്തി. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുവഴി നടക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. വണ്ടികളായാലും ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും. കാരണം അത്രയും ജനങ്ങളുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഉച്ച നേരം ആയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന പച്ചക്കറി കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും കിട്ടും. ഈ ഒരു കടയിൽ മാത്രം നമുക്കിത് വെള്ളരിക്ക കിട്ടും കേട്ടോ. സൂം ചെയ്ത് കാണിക്കാത്തതുകൊണ്ടാണ്. നല്ല വെള്ളരിക്ക കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മലയാളി സ്റ്റോറിൽ പോകണം. അപ്പം ഈ ഒരു കടയിലാണെങ്കിൽ ഇദ്ദേഹം മധുരക്കിഴങ്ങ് കണ്ടോ. സ്ഥിരം എന്താ പറയണ്ടേ, 12 മാസം എന്ന് പറഞ്ഞ പോലെ മധുരക്കിഴങ്ങ് കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരം മധുരക്കിഴങ്ങ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചധികം പച്ചക്കറികളും തക്കാളി കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ച് ഞങ്ങൾ നമ്മുടെ കുക്കറിൻ്റെ വാഷർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കരിമ്പ് ജ്യൂസ് കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞാനും മോനും കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് റോഡ് സൈഡ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ വാഷറും വാങ്ങിച്ചിട്ട് നേരെ തിരിച്ച് വന്നതും അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത്. മല്ലിയിലൊക്കെ ഇങ്ങനെ മുറിച്ച് തണ്ടിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാനിങ്ങനെ ഡബ്ബയിലിട്ട് വെക്കുക. അപ്പോൾ ഇനി കഴുകിയിട്ട് ആ സമയത്ത് അങ്ങനെ തന്നെ ഉപയോഗിക്കാമല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ പണി എളുപ്പമാവും. രാവിലെ നേരത്തൊക്കെ നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുമ്പം മല്ലിയില തണ്ടിൽ നിന്ന് അടർത്തി വൃത്തിയാക്കി എടുക്കാന്ന് വെച്ചാൽ പാടല്ലേ. അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന ഉടനെ തന്നെ ഇങ്ങനെ തണ്ടിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഞാൻ വെക്കും കേട്ടോ. കഴുകുന്നത് പിന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മോന് ചോറുണ്ണാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2-2:30 ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഓംലെറ്റ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ് ഓംലെറ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് സ്റ്റൈലൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിൻ്റെ മേലെ 4 പീസ് ബ്രെഡും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ ഇതേ സാധാരണ ചീസ് വെക്കാറുണ്ട്. ഇന്ന് ചീസ് വെച്ചില്ല. ജസ്റ്റ് അങ്ങനെ തന്നെ ഓംലെറ്റായിട്ട് തന്നെ കൊടുത്തു കേട്ടോ. ജസ്റ്റ് ബ്രെഡ് ഓംലെറ്റായിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഒന്നിട്ട് ചൂടാക്കി കൊടുത്തു. അത്രയും അങ്ങനെ മതി എന്ന് പറഞ്ഞു. കാരണം ചീസ് തലേ ദിവസം 2-3 സ്ലൈസൊക്കെ ഒരുമിച്ചിരുന്ന് ബ്രെഡിൽ കഴിച്ചതുകൊണ്ട് ഇന്ന് ചീസ് തരില്ല പറഞ്ഞു. അപ്പോൾ ഒരു ഓംലെറ്റ് മാത്രം ഉണ്ടാക്കി അവന് കൊടുത്തു. ഞാൻ പിന്നെ ചോറ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഏകദേശം ഒരു 3 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം വീണ്ടും അടുക്കളയിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.